പറയാൻ തമ്പുരാന്റെ ശ്രമം ഉണ്ടാവും. വരണം. ഞാനാണ് മാധവൻകുട്ടി. അറിയാം. അകത്ത് വരണം. ഞാൻ അല്പം കഴിച്ചിട്ടുണ്ട്. ഞാനും. പറമ്പും നിലവും പോയാലും ഞാൻ ഇപ്പോഴും മേലെ പറമ്പിലെ മാധവൻകുട്ടി തന്നെയാണ്. എന്നെ തരാൻ ഇവിടെ ഒരു മുതലാളിമാരും വളർന്നിട്ടില്ല. മാധവൻകുട്ടി, ഒന്നുകിൽ അകത്ത് വാ, അല്ലെങ്കിൽ വീട്ടിൽ പോ. നീ കൽപ്പിക്കണം. നിങ്ങൾ ദയവായി ഇയാളെ വീട്ടിൽ കൊണ്ടുപോയാക്കണം, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും. അതിന് വിരോധമില്ല. ബോധമുള്ളപ്പോ വന്നോട്ടെ. നിവർന്നു നിൽക്കാൻ കഴിയുന്ന നേരത്ത് വന്നാൽ നമുക്ക് നോക്കാം. മാധവൻകുട്ടി, എന്താ മേനോനെ വരാൻ വരാൻ. ഇരിക്കൂ. ഏട്ടൻ അങ്ങോട്ട് പോകുന്നു പറഞ്ഞാണ് ഇറങ്ങിയത്. ബംഗ്ലാവിൽ വന്നില്ലേ? ബംഗ്ലാവ്? ഇവിടങ്ങളിൽ അതിന് രാജന്റെ ബംഗ്ലാവ് എന്നാ പറയാറ്. ബംഗ്ലാവ് അതൊരു ചെറിയ വീടാണ്, അത്രക്കേ ആവശ്യമുള്ളൂ. കയറിയിരിക്കൂ. ഇങ്ങോട്ടിരിക്കാമല്ലോ. ഓ, ഇവിടെ മതി. ചാരുവടി പൊളിഞ്ഞിരിക്കുന്നു, മുണ്ട് കീറണ്ട. പക്ഷേ തൂണുകൾക്കൊന്നും ക്ഷീണം പറ്റിയിട്ടില്ല. ഈ തൂണിന് പ്രത്യേകിച്ച്. ഒരു വ്യത്യാസവും ഇല്ല. 2 ദിവസമായി നാമജപം തുടങ്ങിയിട്ട്. കഥകളിപ്പദം തുടങ്ങിയ പിന്നെ അത് തന്നെയായി കുറച്ച് ദിവസം. ചിലപ്പോ മാസങ്ങളോളം മിണ്ടാതിരിക്കും. ഇരിക്കൂട്ടോ, വല്യമ്മ വിളിക്കുന്നു. ഇപ്പൊ വരാം. ഞാനിവിടെ ഉണ്ട്. ഇപ്പോ കണ്ണ് കാണുന്നില്ല തീരെ. പഴയ നിർണയം വെച്ച് കുളിമുറി പോവും, വന്ന് കിടക്കും. നടക്കാൻ വിഷമുണ്ടെങ്കിൽ എന്നെ അകത്തേക്ക് വിളിക്കായിരുന്നില്ലേ? ഇരുന്നോളൂ കേട്ടോ. രാവിലെ ആയ ഗോപി കോടതിയും കേസുമായിട്ട് ഇറങ്ങും. എനിക്കൊക്കറ്റിന് ഇവളുടെ സഹായം വേണം. മുകളില് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനും കൂടി പറ്റണില്ല. പാവം എന്റെ കുട്ടിക്ക്. അവളുടെ മനസ്സ് നന്നായിരുന്നു. മാളുവിന്റെ ആ ഗുരുത്ത ജന്മാന്തരം നിനക്കും ഉണ്ടാവും. ഇവളുടെ കൂടെ കളിച്ച് നടന്ന കുട്ടിയായിരുന്നു അമ്മിണി. അതിനെന്തേ ആവോ ഇങ്ങനൊരു ദുർബുദ്ധി തോന്നാൻ? ഒക്കെ ഓരോരുത്തരുടെ തലയിലെഴുത്തെന്ന് പറഞ്ഞാ മതി. ഇവിടെ ഉള്ളോളെ ഒരു വഴിക്കാക്കിയിട്ട് കണ്ണടച്ചാ മതി എന്നാ എന്റെ പ്രാർത്ഥന. അതിനാശ അവനിട്ടു നേരവും ഇല്ല. ഞാൻ മേക്കഴുകിയിട്ടില്ല കുട്ടി. മാളൂന്റെ മോൻ നല്ലോണം വണ്ണം വെച്ചിട്ടുണ്ടോ? വേണമെങ്കിൽ ഒന്ന് തൊട്ട് നോക്കിയോളൂ. ഞാൻ ഇനിയും വരാം വല്യമ്മേ. ഞാൻ നാളെ രാവിലെ വരാം. ഗോപിയോട് പറയും. എന്നാൽ ഉണ്ണാൻ സമയത്ത് വരണം. നാളെ എപ്പോ വന്നാലും വേണ്ടില്ല. നാളെ എന്റെ പിറന്നാളാണ്. അതാ ഊണിന്റെ കാര്യം പറഞ്ഞത്. ഊണ് ഇവിടെ തന്നെ ആക്കാട്ടോ. നിങ്ങളുടെ ഒക്കെ സ്ഥിതിക്കുള്ള സദ്യ ഒന്നും ഉണ്ടായില്ല. ശാലും എന്ത് സ്ഥിതി വല്യമ്മേ? ഇവിടുന്ന് ആഹാരം കുറെ കഴിച്ചതല്ലേ. ഞാൻ വരാം.
ഞാൻ വരുന്ന വഴി തന്റെ വീട്ടിൽ കയറി. എവിടെ നിന്ന് കിട്ടി 2 കാര്യസ്ഥന്മാരെ? ആളില്ലെന്ന് പറഞ്ഞ് കഥ അടച്ചു. ആരാ എന്താണെന്ന് അന്വേഷിക്കണ്ടേ? ഒന്ന് ഡ്രൈവറാണ്, പയ്യനെ അബു ഏർപ്പാട് ചെയ്തതാണ്. അബുവിനെ അറിയില്ലേ? തന്റെ വീട് പണിയുടെ കരാറുകാരൻ. കരാറുകാരനൊന്നുമല്ല, എലിമെന്ററി സ്കൂളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ 5-ലാവുമ്പോ 2-ൽ. ഓ, ചാവക്കാട്ടുകാരൻ മാപ്പിളയുടെ. അതെ. അയാൾ തുമ്പയിലല്ലേ? അടുത്ത് തന്നെ. കാശുകാരനാണോ? എല്ലാവരും ചെറിയ തോതിൽ കഴിയുന്നു. നാട്ടിലയക്കാൻ എന്തെങ്കിലും മിച്ചം കിട്ടും. വാ, വീട്ടിൽ കയറിയിട്ട് പോവാം. ഞാനവിടെ കയറി വല്യമ്മയെ കണ്ടു. വല്യമ്മ നാളെ ഉണ്ണാൻ ക്ഷണിച്ചിട്ടുണ്ട്. അന്ന് ഗോപി സ്ഥലത്തുണ്ടായിരുന്നു. പോലീസ്, ഇൻക്വസ്റ്റ്, അവരുടെ കുറെ ഫോർമാലിറ്റീസ് ഉണ്ടല്ലോ. ഡെഡ് ബോഡി അധികം വെച്ച് താമസിപ്പിക്കാതെ ഞാൻ തന്നെ വേണ്ടതൊക്കെ ചെയ്തു. വിവരത്തിന് എഴുതാൻ എനിക്ക് തന്റെ മേൽവിലാസം അറിയണ്ടേ? വിവരം കിട്ടി. മാധവൻകുട്ടി കാണാൻ വന്നു. അങ്ങാടിയിൽ നിന്ന് അറിഞ്ഞു. എന്നോട് സംസാരിക്കില്ല. അപ്പുമേനെ മരിച്ച ഉടനെ അവന്റെ താളം തെറ്റി. അന്ന് ശ്രീദേവിയുടെ കാര്യം ഞാൻ നിർബന്ധിച്ചാണ്. നിയന്ത്രിക്കാൻ ഒരാളുണ്ടാവട്ടെ, ശരിയാവുമെന്ന് ഞാൻ വിചാരിച്ചു. അവൻ തന്നെയാണ് ഓരോ അവധി പറഞ്ഞ് മാറ്റിവെച്ചത്. പിന്നെ എല്ലാം കുട്ടിച്ചോറായപ്പോൾ വരുന്നു. അപ്പോൾ ഒരു ഡിമാൻഡ്. ആദ്യം അവളുടെ ഭാഗം തിരിച്ച് റേസ് കഴിക്കണം, പിന്നെ കല്യാണം. ഗോപി പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു നല്ല ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ വഴിമാറിയേ. സ്വത്ത് വിറ്റ പണം കൊണ്ട് ഹോട്ടലിൽ മുറിയെടുത്ത് സ്ഥിരതാമസമായിരുന്നില്ലേ? ഹൈക്കോടതിയിൽ കേസിന് പോയപ്പോൾ ഒരു കൂത്താട്ടം ഞാൻ നേർക്കുനേരെ കണ്ടു. നമ്മളാരും അത്ര സാത്വികന്മാരൊന്നുമല്ലല്ലോ. പക്ഷേ രാജൻ, കുടിയിരിപ്പിൽ പ്രായമായ പെൺകുട്ടികളുണ്ടെങ്കിൽ അവർക്ക് രക്ഷയില്ലെന്ന് വന്നാൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകളുടെയും ചവിട്ടിലെത്തില്ലേ? ഞാൻ പിന്നെയും അവനു വേണ്ടി വാദിച്ചു. വല്യമ്മ എന്നെ തല്ലിയില്ലെന്നേ ഉള്ളൂ. ശ്രീദേവി അവൾക്കിഷ്ടമായിട്ട് ഇത് നടക്കില്ല എന്നവൾ തീർത്തു പറഞ്ഞു, ആലോചനയുടെ തുടക്കത്തിൽ തന്നെ. എന്നിട്ട് ഞാൻ നിർബന്ധിച്ചു. ഒരു ചങ്ങാതിയുടെ കടമ വിചാരിച്ചു മാത്രം. നടക്കട്ടെ, നാളെ ഞാൻ അങ്ങോട്ട് വരാം ഓർമ്മിപ്പിക്കാൻ. അത്ര മറവിയൊന്നുമില്ല. അതല്ല, വിസ്റ്റേഴ്സ് ആളും ബഹളും ഒക്കെ ആവുമ്പോ തിരക്കും ബന്ധപ്പാട് ഒഴിവാക്കാനല്ലേ കുറച്ചു ദിവസം ഇവിടെ നിൽക്കുന്നത്. ഞാൻ എത്തിക്കോളാം. താങ്ക് യു. അച്യുവൻ നായർ കിടന്നില്ലേ? കിടക്കാം. പായ തലയണ എല്ലാം ഉണ്ടോ? അത് ഞാനൊന്നും നോക്കിയിട്ടില്ല. എല്ലാം അവിടെ ഉണ്ട്. സാർ, എനിക്ക് ഒരു സഹായം ചെയ്യണം. സാറിന് അവിടങ്ങളിലൊക്കെ പരിചയക്കാരുണ്ടാവുമല്ലോ. എന്റെ മകനുണ്ട് അവിടെ. ഏത് സ്ഥലത്ത്? അറിയില്ല. പോയ പിന്നെ ഒരു വിവരമില്ല. 2 വണ്ടി സ്വന്തമായിട്ടുണ്ടായിരുന്നു. അവൻ ഒരുത്തനേ ഉള്ളൂ, ആണായിട്ടും പെണ്ണായിട്ടും. വലിയ ബുദ്ധിമുട്ട് കൂടാതെ തന്നെ അവനിവിടെ പഠിക്കാം. ഇവിടെ തന്നെ വല്ല ഉദ്യോഗവും നോക്കാം. പറഞ്ഞാ കേക്കണ്ടേ? ആരൊക്കെയോ പറഞ്ഞ് പിരികേറ്റി അവൻ പോയി. ഞാൻ ഇത്തിരി ഗുണദോഷിച്ചപ്പോ അച്ഛന് മനസ്സുണ്ടെങ്കിൽ ഒരു 2000 ഉറുപ്പ്യ കടം തന്നാ മതി, പലിശ അടക്കം വീട്ടിക്കോളാന്ന് പറഞ്ഞാ പിന്നെ എന്ത് ചെയ്യും? പിന്നൊരു വിവരവും അറിഞ്ഞില്ലേ? പെണ്ണായിട്ട് അവന്റെ അമ്മ കിടപ്പിലായപ്പോ അവളുടെ സമാധാനത്തിന് വേണ്ടി ഞാൻ കുറെ കളവ് പറഞ്ഞു. കത്തുണ്ട്, പണം വന്നു, വരാൻ പറഞ്ഞ് കമ്പി അടിച്ചൂടെ എന്നാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചോദിച്ചത്. വന്നു എന്നറിയാൻ പിന്നെ ബോധം തെളിഞ്ഞില്ല. അതൊരു ഭാഗ്യായി. എനിക്കറിയാവുന്ന സ്ഥലങ്ങളിൽ അന്വേഷിക്കും. തിരിച്ചു ചെല്ലട്ടെ. മകന്റെ പേര്? ചന്ദ്രൻ, പി. ചന്ദ്രശേഖരൻ.
അന്വേഷിക്കാം. പണം കൊടുത്തു, പിറ്റേന്ന് പുറപ്പെടുകയാണ്. അച്ഛനും അമ്മയും എന്നെ ഓർത്ത് വിഷമിക്കേണ്ട. അതായിരുന്നു അവസാനത്തെ കത്ത്. കാശും പണവും ആയപ്പോ നാടും വീടും ഒക്കെ മറന്നതാവും. ചിലരങ്ങനെയുണ്ടല്ലോ, ആര് കണ്ടു. ഒരു കമ്പിയുണ്ട്. വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല. എന്നെ ആയിരിക്കും ശകുനം. എങ്ങോട്ടാണാവോ? എങ്ങോട്ടുമല്ല. പിന്നെ ആര്യാടെ തെങ്ങുംപറമ്പ് കൊടുക്കണുണ്ട്. 1 ഏക്കർ 40 സെന്റ്. 1500 തേങ്ങയ്ക്ക് ആരോടും ചോദിക്കണ്ട. ഞാനങ്ങനെ തടുത്തു പിടിച്ചു വച്ചേക്കുക. നമുക്കൊന്ന് അടിക്കുക. വേണ്ട. അതുപോലൊരു പറമ്പ് ഈ ദേശത്തില്ല. ആചാര്യ ഇത്തിരി ടൈറ്റില്ല. അടിക്കുവാണെങ്കിൽ ഇപ്പൊ അടിക്കണം. എനിക്ക് പറമ്പും വേണ്ട, പാടവും വേണ്ട. അല്പം സ്വൈരം തരൂ. രാജേട്ടാ, 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 എന്നെ അറിയില്ലേ? വടക്കുമുറിയിലെ ചാത്തുകാരുടെ. ഓഹോ, എന്താ? എനിക്ക് അവിടെ എന്തെങ്കിലും ഒരു പണിയാക്കി തരൂ. ഇവിടെ മടുത്തു. എത്ര വരെ പഠിച്ചു? SLC തോറ്റു. പിന്നെ പിന്നെ എഴുതി തോറ്റു. കണക്കിന് ഞാൻ ജയിക്കില്ല. പഠിച്ചാ ഒന്നും തലേ കയറില്ല. ഓഹോ, വേറെ വല്ലതും അറിയൂ? ആശാരിപ്പണി, കൽപ്പണി, കോൺക്രീറ്റ് പണി? അത് നമ്മൾ നായന്മാർക്ക് പറഞ്ഞല്ലോ. എന്നാലേ കൈക്കോട്ടെടുത്ത് കിളയ്ക്കാൻ പഠിക്കേ. ദിവസം 10 രൂപ കിട്ടില്ലേ നാട്ടിൽ? അതും നമ്മൾ നായന്മാർക്ക് പാടില്ലെങ്കിൽ എന്താ വീട്ടുപേര്? ഞാൻ വടക്കുമുറിയിലെ വടക്കുമുറി തറവാട്ടിന്റെ മഹത്വം പറഞ്ഞ് തെക്കും വടക്കും നടന്നു. ഇതൊന്നും വയ്യെങ്കിൽ